ഈ 7 കാര്യങ്ങൾ ചെയ്തിട്ടാണ് നിങ്ങൾ ഉറങ്ങുന്നത് എങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ റാഹത്തും സന്തോഷവും ടെൻഷൻ ഫ്രീ ആയ ഹൃദയവും നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയും. നമ്മുടെ കൽബുകളൊക്കെ ഹൃദയങ്ങളൊക്കെ എപ്പോഴും ടെൻഷനിലാണ് പല വിഷയങ്ങൾക്ക്. എന്നാൽ ആ ടെൻഷനുകൾ മുഴുവൻ മാറിയിട്ട് കൽബ് നല്ല ശാന്തമായിട്ട് മനസ്സ് സമാധാനത്തോടു കൂടിയിട്ട് ടെൻഷനൊക്കെ മറന്നുകൊണ്ട് റാഹത്തായി ജീവിക്കാൻ കഴിയണമെങ്കിൽ ജീവിതത്തിൻ്റെ നമ്മുടെ ദിവസങ്ങളുടെ അവസാനം, അതായത് നമ്മൾ ഉറങ്ങുന്ന സമയം, ഈ ഒരു 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊന്ന് പതിവാക്കാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു വലിയ സമാധാനം നൽകും. നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന ആ 7 നല്ല നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റിയ ഏറ്റവും മഹത്തായ 7 സുന്നത്തുകൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് പഠിക്കാം. വീഡിയോ മുഴുവനായി കേൾക്കണം, ജീവിതത്തിൽ ഉപകരിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ, സഹോദരങ്ങൾ, ഒരുപാട് ആളുകൾ പലപ്പോഴും വിളിച്ചിട്ട് പല ദുആ വസിയത്തുകളും ചെയ്യുന്നവർ, മെസ്സേജുകൾ അയക്കുന്നവർ, അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ, വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്ത് തരട്ടെ, കൽബിലെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരട്ടെ. വീടില്ലാത്ത ആളുകളുണ്ട്, കടബാധ്യത കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, വിവാഹം ശരിയാകാത്തവരുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി പ്രയാസങ്ങളിൽ കഴിയുന്ന ആളുകൾ അള്ളാഹു എല്ലാവർക്കും മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ കാരണം ടെൻഷൻ അടിച്ചൊരു ജീവിതം പലപ്പോഴും എന്ത് ചെയ്യുക, ടെൻഷൻ അടിച്ച് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് ദിവസങ്ങളായ ആളുകളുണ്ട്. ഒന്ന് ഉറങ്ങാൻ പറ്റാതെ എത്രയോ പ്രവാസികളായ സഹോദരങ്ങൾ എന്നെ വിളിച്ചിട്ട് സങ്കടം പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി എന്ന്, ഉറങ്ങാൻ പേടിയാണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അള്ളാഹു അങ്ങനത്തെ വിപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാണ്. ഒരാളുടെ ഉറക്കം ശരിയായിട്ടില്ല എങ്കിൽ അയാളുടെ ജീവിതത്തിൻ്റെ ആ ഒരു സമാധാനം അല്ലെങ്കിൽ ആ ഒരു സന്തോഷം തന്നെ പോകും. ഉറക്കം ശരിയായിട്ടില്ല എങ്കിൽ അതിന് എത്ര സമ്പത്തുണ്ട് എന്ന് പറഞ്ഞാൽ ശരി, എത്രയോ സമ്പന്നരായ ആളുകൾ ഉറങ്ങാൻ വേണ്ടി സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന ആളുണ്ട് അല്ലേ. അവർക്ക് ഉറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം, ഉറക്ക ഗുളികയുടെ ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ എത്രയോ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടോ? ജീവിതത്തിലെ ടെൻഷൻ നീങ്ങി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ഇൻഷാ അല്ലാഹ് ഒരു 7 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഉറങ്ങുന്നതിന് മുമ്പ്, നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു 7 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് ഉറങ്ങാം. ജീവിതത്തിൽ വലിയ സമാധാനം കിട്ടും. വെറുതെ പറയുകയല്ല, അനുഭവിച്ചറിഞ്ഞ വലിയ സത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വലിയ റാഹത്ത് നൽകട്ടെ. ഒന്നാമത്തെ സംഗതി എന്താ? എപ്പം നമ്മുടെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും വുദൂഓടുകൂടി കിടന്നുറങ്ങാൻ ശ്രമിക്കാം. വുദൂ എടുത്തിട്ട് കിടക്കാൻ ശ്രമിക്കാം. വുദൂ എടുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചൊരു സുന്നത്താണ്. നമ്മൾ വുദൂ ദായിമാക്കി വെക്കുക, അതായത് എപ്പോഴും വുദൂ ഉള്ള ആളായിരിക്കുക എന്നുള്ളത് ഏറ്റവും അഫ്ളലായ കാര്യമാണ്. അപ്പോൾ ഏതെങ്കിലും സമയത്ത് നമ്മൾ മരണപ്പെടുമല്ലോ, മരിക്കുന്ന സമയത്ത് വുദൂഓടുകൂടി മരണപ്പെടാനുള്ള അവസരം കിട്ടും ഇല്ലേ. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. ബിലാൽ തങ്ങളുടെ ചെരുപ്പിൻ്റെ ശബ്ദം സ്വർഗത്തിൽ ഞാൻ കേട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇല്ലേ. ബിലാൽ തങ്ങൾ നടക്കുന്ന ശബ്ദം സ്വർഗത്തിൽ ഞാൻ കേട്ടു എന്ന്. സ്വഹാബത്ത് ഇങ്ങനെ എന്ത് ചെയ്യുക, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നിരീക്ഷിക്കാൻ തുടങ്ങി. എന്താണ് ബിലാൽ തങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നതെന്ന് അറിയാൻ. പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നതായിട്ട് കണ്ടില്ല. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബത്ത് ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നേട്ടം കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ, ഞാൻ എപ്പോഴും എൻ്റെ വുദൂ മുറിഞ്ഞാൽ ഞാൻ വുദൂ ചെയ്യും, പെട്ടെന്ന് പോയി വുദൂ ചെയ്യും. വുദൂ ചെയ്ത് കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യും. വുദൂവിൻ്റെ സുന്നത്ത് 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യും. അല്ലാത്ത പ്രത്യേകിച്ച് അമലൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ചെയ്യണില്ല. നമുക്ക് അപ്പോൾ അതിന് വലിയ കൂലിയുണ്ട് എപ്പോഴും വുദൂ ഉള്ള ആളായിരിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് എന്ത് ചെയ്യാം, വുദൂയോടുകൂടി കിടക്കാം. അപ്പോൾ പല ആളുകൾക്കും സംശയം ഉണ്ടാകും, ഭാര്യ ഭർത്താക്കന്മാർ വുദൂയോടുകൂടി കിടക്കുമ്പോൾ അഥവാ തട്ടേ മുട്ടുകയും ചെയ്താൽ എന്താകും, അന്യപുരുഷന്മാർ സ്ത്രീ പുരുഷന്മാർ തൊലി തമ്മിൽ തൊട്ടാൽ വുദൂ മുറിയല്ലോ. അപ്പോൾ ഭാര്യ ഭർത്താവും അടുത്ത് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തട്ടുകയും മുട്ടുകയൊക്കെ ചെയ്യും. എന്ത് ചെയ്യും, അപ്പോൾ വുദൂ മുറിഞ്ഞു പോകില്ല. അപ്പോൾ വുദൂ എടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ. കിടക്കുന്നതിന് മുമ്പ് വുദൂ എടുത്ത് കിടക്കുക എന്നേ ഉള്ളൂ. ആ വുദൂ മുറിയാതെ ഇങ്ങനെ അവസാനം വരെ ഇരിക്കണം എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. വുദൂ എടുത്ത് കിടക്കയിലേക്ക് കടന്നു, ആ ഉത്തരവാദിത്തം കഴിഞ്ഞു. നബി തങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് കിട്ടി കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാം. അത് നമ്മുടെ ശരീരത്തെ ശുദ്ധിയാക്കുന്നതോടൊപ്പം തന്നെ ഖൽബിനെ ശുദ്ധിയാക്കും. നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യും, ഹൃദയത്തെ ശുദ്ധിയാക്കും. നമ്മുടെ ടെൻഷൻ എന്ത് ചെയ്യും, പാതി കുറയും. നമ്മൾ വുദൂ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു നേട്ടം എന്താണെന്ന് അറിയോ, നമുക്ക് സമാധാനം ലഭിക്കുക. സമാധാനം കിട്ടുകയെന്ന് വെച്ചാൽ, ഇപ്പം നബി തങ്ങളൊരു ഹദീസ് കാണാം, ഒരാൾ ദേഷ്യം പിടിച്ചിരിക്കാം, ഭയങ്കര ദേഷ്യം എന്ന് വെച്ചാൽ അടക്കാൻ പറ്റാത്ത ദേഷ്യം. ചില ആൾ അങ്ങനെ ഉണ്ട്, ദേഷ്യം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, കണ്ണും മൂക്കും ഉണ്ടാവില്ല. അങ്ങനെ ദേഷ്യം പിടിക്കുന്ന ആൾ, അയാൾ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഇരുന്നേക്കണം. ഇരിക്കാം, ഇരുന്നിട്ടും ദേഷ്യം മാറുന്നില്ല എന്നാൽ എന്ത് ചെയ്യണം, അയാളവിടെ കിടക്കണം. കിടന്നിട്ടും ദേഷ്യം മാറുന്നില്ല, പിന്നെയും ദേഷ്യം ഇങ്ങനെ വരിക തന്നെ. എന്നാൽ എന്ത് ചെയ്യണം, പോയിട്ട് വുദൂ ചെയ്യണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പോയി വുദൂ എടുത്താൽ മതി. വുദൂ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അയാളുടെ ദേഷ്യം പോകുന്ന. അപ്പോൾ നമ്മുടെ മനസ്സ് എന്ത് ചെയ്യും, ഒന്ന് കൺട്രോൾ ആകും, നമുക്ക് തന്നെ കൺട്രോളായി കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം വുദൂ എടുത്തിട്ട് കിടക്കാൻ ശ്രമിക്കാം. രണ്ടാമത്തെ സംഗതി, കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ആ കിടക്ക തട്ടി വൃത്തിയാക്കി കുടഞ്ഞ് വിരിച്ചതിന് ശേഷം കിടക്കാൻ പാടും. മനസ്സിലായി പറഞ്ഞത്? അതായത് നമ്മളിപ്പോൾ ഒരു
കുടുംബത്തിലോ വീട്ടിൽ ജീവിക്കുന്ന ആളുകൾ അവർ അവിടെ പല ആളുകളുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ വിരിച്ചിട്ട കിടക്ക, രാവിലെ വിരിച്ച് ഇട്ട് പോയ കിടക്ക ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ മക്കളായിട്ട് വന്ന് ചുട്ടിക്കൂട്ടിയൊക്കെ എന്ത് ചെയ്യും, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു ചൊരിഞ്ഞ് മടങ്ങി അങ്ങോട്ടൊക്കെ ആകെ കുളമായിട്ടുണ്ടാവും. അതിൽ തന്നെ ഒരാൾ വന്ന് കിടന്നു, വൈകുന്നേരം വന്നിട്ട് നമ്മൾ ചെന്ന് കിടന്നു, മനസ്സിനൊരു ഒരു സമാധാനം ഉണ്ടാവില്ല. ഒരു എന്താ കാരണം, എന്താ നമ്മൾ ഈ കിടക്കുന്നത് ഒരു വൃത്തിയില്ലാത്ത സ്ഥലത്താണ് എന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പം അതെന്ത് ചെയ്യുക, അത് മാറിക്കിട്ടാം. ഇപ്പം ഇനി ചില ആളുകൾ വിചാരിക്കും ഞങ്ങൾക്ക് അങ്ങനത്തെ തോന്നലൊന്നും ഇല്ല എന്ന്. ഓരോരുത്തരുടെ മനസ്സിൻ്റെ എന്താണ് വ്യത്യാസം ഉണ്ടാവും. എന്നാൽ അതേ സമയത്ത് ഈ തോന്നലുള്ള, അതായത് ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്ന ആളുകളാണെങ്കിൽ ശരി, ആ കിടക്ക വൃത്തിയായിട്ട് വിരിച്ചിട്ടാണ് അതിലാണ് കിടക്കുന്നതെങ്കിൽ അവർക്ക് കിട്ടുന്ന മനസ്സമാധാനവും ഒരു കോൺഫിഡൻസ് വേറെയാണ്. നിനക്കത് അറിയണമെങ്കിൽ ഇപ്പം ഏതെങ്കിലുമൊക്കെ 5 സ്റ്റാർ ഹോട്ടലുകളിൽ പോയാൽ, അതായത് നമ്മൾ പൈസ കൊടുത്ത് കുറച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഹോട്ടലുകളിൽ കയറിയാൽ, താമസിക്കാൻ കയറി കഴിഞ്ഞാൽ അവിടുത്തെ റൂമിലേക്ക് കയറുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സമാധാനമാണ്. എന്തേ കാരണം? ആ റൂമിൻ്റെ അന്തരീക്ഷം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ്. ഇല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടാവും പല ആളുകളും അല്ലേ. അതായത് നമ്മൾ പൊതുവെ നമ്മുടെ റൂമിലേക്ക് കയറുന്നതിനേക്കാൾ ചിലപ്പോൾ ഒരു സമാധാനവും ഒരു റാഹത്തും ഒരു സ്വസ്ഥത എന്തുണ്ടാവും ഇതുപോലെ സെറ്റ് ചെയ്ത്. കാരണം എന്താ, അവിടെ വിരിപ്പുകൾ കൃത്യമായിട്ട് വിരിച്ചു വെച്ചിട്ടുണ്ടാവും, അവിടെ മാറ്റ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അവിടെ അലങ്കോലമാക്കി ഇടാതെ റൂം കറക്റ്റായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും. അവിടേക്ക് കയറുമ്പോൾ നമ്മുടെ കൽബ് ഒന്നും എന്ത് ചെയ്യും, സമാധാനപ്പെടും. ഇതൊരു എന്താണ്, ഒരു ശാസ്ത്രീയ വശം കൂടെ അതിൻ്റെ, നമ്മുടെ ഒരു സൈക്കോളജിക്കൽ വശം കൂടെ അതിൻ്റെ പിന്നിലുണ്ട്. നമ്മുടെ കൽബ് സമാധാനപ്പെടുത്താൻ വേണ്ടിയാണ് വിരിപ്പ് എന്ത് ചെയ്യുക, വിരിച്ച് വൃത്തിയാക്കിയിട്ട് കിടക്കാം. ഇതിൻ്റെ വേറൊരു വശം പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ഈ ചൂട് കൂടിയ സമയത്ത് വീടുകളിൽ പാമ്പ് കയറിയിട്ട് കുറേ നമ്മുടെ 2-3 മക്കളെ കൊന്നതൊക്കെ നമ്മൾ വാർത്തകളിൽ വായിച്ചു അല്ലെ. പലയിടത്തും പാമ്പ് കടിച്ച് മരണപ്പെട്ടതൊക്കെ. യഥാർത്ഥത്തിൽ അത്തരത്തിൽ എന്ത് ചെയ്യുക, ഇഴജന്തുക്കൾ വല്ലതും കയറിയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ മറ്റ് പ്രാണികൾ എന്തെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഉറക്ക സമയത്ത് നമ്മുടെ ചെവിയിലേക്ക് വല്ല പ്രാണികളൊക്കെ കയറാൻ ഇത് കാരണം വിരിപ്പ് കുടഞ്ഞിട്ടില്ല എങ്കിൽ, അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അതിൽ നിന്നൊക്കെ രക്ഷ കിട്ടാനും വിരിപ്പൊന്ന് കുടഞ്ഞ് വിരിച്ചിട്ട് എന്ത് ചെയ്യുക, കിടക്കുക. വൃത്തിയുള്ള സ്ഥലത്ത് കിടക്കുന്നതിൻ്റെ ഒരു കോൺഫിഡൻസ് വേറെയാണ്, മനസ്സിനൊരു സമാധാനം കിട്ടും. നിങ്ങൾ ചെയ്തു നോക്കി, ഇൻഷാ അല്ലാഹ്. ടെൻഷൻ അടിക്കുന്ന ആളുകൾ ഇതൊന്നും ചെയ്തു നോക്കി, വലിയ റാഹത്ത് കിട്ടും. 3-ാമത്തെ സംഗതി പറഞ്ഞുതരാം. ഇത് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ദീർഘമായി സംസാരിക്കേണ്ട വിഷയങ്ങൾ, പക്ഷേ ഞാൻ മൊത്തത്തിൽ ഒന്ന് ടോട്ടലായിട്ട് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റേ അവസരത്തിൽ നമുക്കത് ചർച്ച ചെയ്യാം. 3-ാമത്തെ സംഗതി, കിടക്കുന്നതിന് മുമ്പ് ഉറപ്പായും ഓതിയിരിക്കേണ്ട ഒരു 3 സൂറത്തുകളുണ്ട്. അത് ഉറപ്പായും നമ്മൾ ഓതിയിരിക്കണം ഇൻഷാ അല്ലാഹ്. ഇനി ഇന്നുകൊണ്ട് നിങ്ങൾ നീയത്ത് വെക്കുക ഇൻഷാ അല്ലാഹ്, ഇന്ന് മുതൽ ഞാനത് ഒഴിവാക്കൂല എന്ന്. കാരണം അത്ര പവർഫുള്ളാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളെയും കൈകാര്യം ചെയ്യാൻ പറ്റിയൊരു 3 സൂറത്തുകളാണ്. സൂറത്തുൽ ഇഖ്ലാസ് നമുക്കറിയുന്ന സൂറത്താണ്. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 3 സൂറത്തുകൾ, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 3 തവണ ഓതാ, ബാക്കിയുള്ളത് 2 ഓരോ തവണ വീതം ഓതി. ടോട്ടൽ 5 സൂറത്തുകൾ അല്ലേ, അങ്ങനെ ടോട്ടൽ കണക്ക് 5 സൂറത്ത്. ഇത് ഓതിയിട്ടേ നിങ്ങൾ ഉറങ്ങാൻ പാടുള്ളൂ. ഇത് ഓതാതെ കിടക്കരുത് ഇൻഷാ അല്ലാഹ്. ഉറപ്പായിട്ടും ഈ സൂറത്ത് ഓതാതെ, ഈ സൂറത്ത് ഓതിയാലുള്ള ഗുണം എന്താ അറിയും? ഒന്ന്, നമ്മുടെ ഉറക്കിൽ വരുന്ന പേക്കിനാവുകൾ, ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ കിട്ടും. 2, ആ ഉറക്കത്തിലായിട്ട് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഷഹീദിൻ്റെ കൂലി കിട്ടും. 3-ാമത്തത്, നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ളൊരു കാരണമായി തീരും. 4-ാമത്തത്, ജീവിതത്തിൽ സമാധാനം നമ്മുടെ കൽബിൽ അല്ലാഹു ഇട്ടുതരും. സമാധാനം കൽബിലുണ്ടാവും, കൽബിൽ സമാധാനം കിട്ടും. അത് തന്നെയല്ലേ ഏറ്റവും വലിയ കാര്യം ഇല്ലേ. നമുക്ക് വലിയ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കാൻ കാരണമായി തീരും. ഖത്ത് മോദിയ കൂലി കിട്ടും ഉറങ്ങുന്നതിന് മുമ്പ്. അപ്പം അങ്ങനെ തുടങ്ങി ഒട്ടനവധി നേട്ടങ്ങൾ പറയുന്നുണ്ട്. ഷെയ്ത്താനിൽ നിന്ന് കാവൽ കിട്ടാം, മോട്ട് കാണിക്കുന്ന ഷെയ്ത്താനിൽ നിന്നും കാവൽ കിട്ടുക, സിഹറ് പോലോ തടങ്ങിയറുകളിൽ നിന്ന് രക്ഷ കിട്ടുക. ഇങ്ങനെ ഒരുപാട് മൻഫഅത്തുകൾ, ഫായിദകൾ അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അത് കൃത്യമായി ചെയ്ത് ഓതാതെ നമ്മളോ നമ്മുടെ മക്കളോ ഭർത്താവോ ഭാര്യ ആരും ഉറങ്ങാതിരിക്കുക. അതെന്ത് ചെയ്യുക, അവരെ ഇത് ഓദിച്ചിട്ട് കിടത്താം. ഒന്ന് പറയാം, അവർ മനസ്സിൽ ഓതിയാലും മതി, ഉറക്കെ ഓതണമെന്നൊന്നുമില്ല, ഒന്ന് ഓദിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ 3-ാമത്തെ കാര്യം അതാണ്. 4-ാമത്തത്, ഇതിന് വിശ്വദോഷം തങ്ങൾ സ്ഥിരമായി പതിവാക്കിയിരുന്നു എന്ന് ഹദീസുകൾ കാണാം. പിന്നെ വിധങ്ങൾ പതിവാക്കിയിരുന്നത് അത്ര പവർഫുൾ ആയതുകൊണ്ടല്ലേ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 4-ാമത്തത്, കിടക്കുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി ഓതിയിട്ടേ കിടക്കാവുള്ളൂ. ആയത്തുൽ കുർസി ഇതൊക്കെ നമുക്ക് അറിയുന്ന സംഗതികൾ തന്നെയാണ്. ആയത്തുൽ കുർസി നമ്മൾ എപ്പോഴും ഓതുന്ന ആയത്താണ് അല്ലേ, എല്ലാ നിസ്കാര ശേഷം ഓതുന്നവരാണ്. അപ്പോൾ ആയത്തുൽ കുർസി കിടക്കുന്നതിന് മുമ്പ് ഓതിയിട്ട് കിടക്കാം. ആയത്തുൽ കുർസി ഓതിയിട്ട് കിടക്കുന്ന ആളുടെ ഉറക്കത്തിൽ പേക്കിനാവ്, ഈ ദുസ്വപ്നം കാണൂല എന്ന്. ഇപ്പോൾ പല ആളുകളും വിളിച്ചിട്ട് പല സ്വപ്നമേക്കാനും ചോദിക്കും. ഇപ്പോൾ ഇന്നലെ ഒരു ഉമ്മ വിളിച്ചിട്ട് എന്തോ ഒരു സ്വപ്നം, എനിക്ക് മനസ്സിലായില്ല, സത്യം പറഞ്ഞാൽ സ്വപ്നം തന്നെ മനസ്സിലായില്ല. ആരോ പിടിക്കാൻ വന്നെന്നോ കൊല്ലാൻ വന്നെന്നോ എന്തൊക്കെയോ എന്ന് പറഞ്ഞു. ഏതോ ഒരു ജീവിയുടെ പേരൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. ഞാൻ പിന്നെ സ്വപ്നവ്യാഖ്യാനം പഠിക്കാത്തതുകൊണ്ട് ഇല്ല എന്ന് തന്നെ പറഞ്ഞു, എനിക്കറിയില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പം അങ്ങനെ ചില ആളുകളുണ്ടാവും എന്ത്, അപ്പം പേടിയാവും, എന്ത് ഇങ്ങനെ കണ്ട് എന്തെങ്കിലും ആവുമോ എന്ന്. സ്വപ്നവ്യാഖ്യാനം ഉണ്ട്, പക്ഷെ എല്ലാവരും പറയുന്നത് കേട്ടുകൊണ്ട് വിശ്വസിക്കുകയും വേണ്ട. അപ്പം എന്ത് സ്വപ്നവ്യാഖ്യാനം കേട്ട് ആരെങ്കിലും അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നിൽ എന്ത് ചെയ്യണ്ട, നമ്മൾ പേടിക്കാൻ പോകണ്ട. മറിച്ച് സ്വപ്നവ്യാഖ്യാനം നല്ല സ്വപ്നം, ഉദാഹരണം പറഞ്ഞാൽ സ്വപ്നവ്യാഖ്യാനം പറ്റി പലരും ചോദിക്കുന്നത് കൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. സ്വപ്നവ്യാഖ്യാനം നല്ല സ്വപ്നം പലരും കാണാറുണ്ട്. നല്ല സ്വപ്നം, അതായത് ഞാൻ ഇന്നടുത്ത് പോയി, ഇന്നടുത്ത് നിന്നു, മറ്റേ അടുത്ത് ഏതെങ്കിലുമൊക്കെ വലിയ സ്ഥാനങ്ങളിലൊക്കെ എത്തിയായിട്ട് സ്വപ്നം കാണും. സ്വാലിഹീങ്ങളായ ആളുകൾ കാണുന്ന നല്ല സ്വപ്നം അത് യാഥാർത്ഥ്യമാണ്, ഹക്കായിരിക്കും. സ്വാലിഹീങ്ങളായ ആളുകൾ, അതായത് നിങ്ങൾ ആ കണ്ട സ്വപ്നം നിങ്ങൾ കണ്ടു, നല്ലൊരു സ്വപ്നം കണ്ടു, എന്നാൽ
ആ സ്വപ്നം നിങ്ങളുടെ ജീവിതത്തിൽ പുലരും എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വാലിഹീങ്ങളാണെങ്കിൽ ആ സ്വപ്നം ഹക്കാണ് എന്നാ. അതല്ല എങ്കിൽ ആ കണ്ടത്, ആ കാണിച്ചു തന്നത് ഇബ്ലീസ് കാണിച്ചു തന്നാ. സ്വാലിഹീങ്ങളല്ല എങ്കിൽ മോശക്കാരനായ ഒരാളും അവിടെ പോയി ഇവിടെ പോയി നല്ല ദർജയിലൊക്കെ ഇരിക്കുന്നത് സ്വപ്നം കണ്ടു, അത് ഹക്കാണെന്നാ. അല്ല, അത് ഇബ്ലീസ് കാണിച്ചു കൊടുക്കുന്ന, അത് ബേക്കിനാവ് തന്നെ. അപ്പൊ അതെന്ത് ചെയ്യാൻ ചിന്തിച്ചാൽ മതി. അപ്പൊ സ്വപ്നം കാണുമ്പോൾ ഞാൻ കണ്ട സ്വപ്നം അത് എൻ്റെ ജീവിതത്തിൽ ഫലിക്കാൻ പറ്റിയ സ്വപ്നമാണോ അല്ലയോ എന്ന് നോക്കിയാൽ മതി. നാലാമത്തെ കാര്യം, ആയത്തിൽ കുറിച്ച് ഓതി കിടക്കുക. ഇബ്ലീസിന്റെ ഷർ ഉണ്ടാവൂല, ദുസ്വപ്നം കാണൂല, ഇടങ്ങേറാവൂല, ആ കിടത്തത്തിൽ മരണപ്പെട്ടു പോയ ശുഹദാക്കളുടെ പട്ടികയിൽ ചേരാൻ പറ്റും, ഷഹീദിന്റെ കൂലി കിട്ടും, തുടങ്ങി ഒട്ടനവധി നേട്ടങ്ങൾ. ഇനി അടുത്തത് അഞ്ചാമതായി കാണാം, തസ്ബീഹു സഹറ ചൊല്ലിയിട്ട് കിടക്കാം. തസ്ബീഹു സഹറ നമുക്ക് അറിയാം, നമ്മൾ പലപ്പോഴും നമ്മുടെ വീഡിയോയിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. തസ്ബീഹു സഹറ എന്ന് വെച്ചാൽ എന്താ? സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, അല്ലാഹു അക്ബർ 34 കേട്ടോ. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. ഇത് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പതിവാക്കിയിരുന്ന സ്വലാത്ത് തസ്ബീഹ് ആയതുകൊണ്ട്, ദിക്ർ ആയതുകൊണ്ടാണ് അതിന് തസ്ബീഹു സഹറ എന്ന് പേര് പറയുന്നത്. നബി തങ്ങളോടൊന്ന് ചോദിച്ചപ്പോൾ, കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത എന്ത്? ഒരു അടിമയെ തരണേന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് ഇത് ചൊല്ലിക്കോളാനാണ് പറഞ്ഞത്. ഈ തസ്ബീഹ് ചിലപ്പോൾ ഫാത്തിമ ബി അന്ന് തൊട്ട് ചൊല്ലാൻ തുടങ്ങിയ ഒരു ദിക്റാണ്, തസ്ബീഹാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ഇതിന് പേര് തസ്ബീഹു സഹറ എന്ന, ഫാത്തിമ ബിയുടെ തസ്ബീഹ് എന്ന. അപ്പൊ അത് എന്ത് ചെയ്യാം? ചൊല്ലാം. അത് കിടന്നുകൊണ്ടൊക്കെ നമുക്ക് ചൊല്ലി അത് കിടക്കാമെന്നല്ലേ ഉള്ളൂ. ആറാമത്തെ സംഗതി കാണാം, അല്ലാഹുമ്മ ബിസ്മിക അമൂതു വാഹിയ. അല്ലാഹുമ്മ ബിസ്മിക അമൂതു വാഹിയ. ഈ ഒരു ദിക്റും കൂടെ ചൊല്ലിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു തരാണ്, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ മരണപ്പെടുന്നു, ഞാൻ ജീവിക്കുന്നു. മരിക്കാൻ ഉറക്കം എന്നുള്ളത് എന്താണ്? ഒരു മരണമാണല്ലോ. അള്ളാഹുവാണ് എന്നെ മരിപ്പിക്കുന്നത്, അള്ളാഹുവാണ് എന്നെ ജീവിപ്പിക്കുന്നത്. ഒരാൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്താ പറയുക? അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ അമാതന വ ഇലൈഹി നുശൂർ. അള്ളാഹുവിനാണ് സർവ്വസ്തുതി. എന്നെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അള്ളാഹു, എന്നെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അള്ളാഹു. അപ്പോൾ ഉറക്കം എന്നുള്ളതൊരു പാതി മരണമാണെന്ന് നബിതങ്ങൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ എന്ത് പറഞ്ഞിട്ട് കിടക്കാം? അല്ലാഹുമ്മ ബിസ്മിക അമൂതു വാഹിയ. അമൂതു വാഹിയ. ഈ ദിക്ർ ചൊല്ലിയിട്ട് എന്ത് ചെയ്യുക? കിടക്കുക. ഇനി കിടക്കുന്ന ഒരു ശൈലിയും കൂടെ ഉണ്ട്, ഏഴാമത്തെ അതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, വലതു ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കാൻ ശ്രമിക്കുക. എപ്പോഴും കിടക്കുമ്പോൾ വലതു ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കാൻ. വലതു ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുമ്പോൾ വലത് കൈ നമ്മുടെ കവിളിൽ വെച്ചുകൊണ്ട് കിടക്കലാണ് സുന്നത്ത്. ആ വലതു ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുന്നത് ഖിബിലയുടെ ഭാഗത്തേക്കാക്കൽ അഫ്ദലാണ്. ഖിബിലയുടെ നേരെ തിരിഞ്ഞു കിടക്കൽ അഫ്ദലാണ്. അങ്ങനെ കുറച്ച് സംഗതികൾ ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതം ഒന്ന് എന്ത് ചെയ്യുക? ഉറക്കവും കൂടെ ഒന്ന് റെഡിയാക്കുക. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയം ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ സമാധാനം ലഭിക്കും. ഇനി വെറുതെ പറയുക, ഒന്ന് ചെയ്തു നോക്കി ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കാണുന്നു വരുന്നു അല്ലേ? വിശാലമായി പറയേണ്ട വിഷയങ്ങളാണ്, പക്ഷേ ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ആളുകൾക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. കാരണം അവരുടെ ടെൻഷൻ മാറിയാൽ അതിൻ്റെ ഒരു കൂലി കൂടെ നമുക്ക് കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചാനൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക, ദുആ വസിയത്തുകൾ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.